ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് പറയണം. കേരള സർക്കാരിൻ്റെ വിവിധ ഇനം പദ്ധതികൾ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മൾ കോഴിക്കോട് നഗരത്തിൻ്റെ വിശപ്പടക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ഏതാണെന്ന് അറിയുമോ? കോഴിക്കോട് നഗരത്തിൻ്റെ വിശപ്പടക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ സുലൈമാനി. അതാണ് ഓപ്പറേഷൻ സുലൈമാനി. കേട്ടോ, ഓർത്തുവെച്ചോളുക. കോഴിക്കോട് നഗരത്തിൻ്റെ വിശപ്പടക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സുലൈമാനി. അതുപോലെ തന്നെ കേരളത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? ശുഭയാത്ര പദ്ധതി. ശുഭയാത്ര പദ്ധതിയുടെ അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. ആരാണ്? മോഹൻലാലാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ഏതാണത്? ഓപ്പറേഷൻ സേഫ്റ്റി. ഏതാണ്? ഓപ്പറേഷൻ സേഫ്റ്റി ആണ്. അതുപോലെ തന്നെ എല്ലാ SC/ST ഭവനങ്ങളിലും സിംഗിൾ ഫേസ് ലൈറ്റ് കണക്ഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? എല്ലാ SC/ST ഭവനങ്ങളിലും സിംഗിൾ ഫേസ് ലൈറ്റ് കണക്ഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? കുടിൽ ജ്യോതി. ഏതാണ്? കുടിൽ ജ്യോതി. അതുപോലെ തന്നെ വൈദ്യുതി തകരാറ് SMS ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? വൈദ്യുതി തകരാറ് SMS ജനങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഊർജദൂത്. ഏതാണ്? ഊർജദൂത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ജലവൈദ്യുതിയാണ്. ജലത്തിൽ നിന്നുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ KSEBയുടെ ആസ്ഥാനം എവിടെയാണ്? KSEBയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ KSEBയുടെ ആപ്തവാക്യം എന്താണ്? KSEBയുടെ ആപ്തവാക്യമാണ് കേരളത്തിൻ്റെ ഊർജം. KSEBയുടെ ആപ്തവാക്യം ചോദിച്ചാൽ ആൻസർ കേരളത്തിൻ്റെ ഊർജം. അതുപോലെ തന്നെ പാതയോരങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണിത് ടേക്ക് എ ബ്രേക്ക്. ഓർത്തുവെച്ചോളുക. പാതയോരങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന്റെ വളപ്പിൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? പോലീസ് സ്റ്റേഷന്റെ വളപ്പിൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? കാവൽ മരം. ഏതാണ്? കാവൽ മരം. അതുപോലെ തന്നെ നിരക്ഷരർ ഇല്ലാത്ത ജയിൽ എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നിരക്ഷരർ ഇല്ലാത്ത ജയിൽ എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? ജയിൽ ജ്യോതി. ഏതാണ്? ജയിൽ ജ്യോതി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിലാണ്. പൂജപ്പുര സെൻട്രൽ ജയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ എവിടെയാണ്? നെയ്യാറ്റിൻകരയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ എവിടെയാണ്? നെയ്യാറ്റിൻകരയാണ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയാണ്? നെടുകാൽത്തേരി. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഏതാണ്? നെടുകാൽത്തേരി, തിരുവനന്തപുരമാണ്. അതുപോലെ ബ്ലേഡ് മാഫിയകളെ തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ബ്ലേഡ് മാഫിയകളെ തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. ഓപ്പറേഷൻ കുബേര. ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുത്തിട്ട് ഓപ്പറേഷൻ കുബേരയെ സമീപിച്ചാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. കേട്ടോ, എപ്പോഴും മനസ്സിലാക്കണം. ബാങ്ക് നടത്തുന്ന ഓപ്പറേഷൻസ് ഒന്നും ആര് തടയില്ല? ഓപ്പറേഷൻ കുബേര തടയില്ല.
അതുപോലെ തന്നെ കാണാതായ കുട്ടികളെ വീണ്ടെടുത്ത് നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. ഏതാണ്? ഓപ്പറേഷൻ വാത്സല്യ. കാണാതായ കുട്ടികളെ വീണ്ടെടുത്ത് നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പിങ്ക് പട്രോൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്, പിങ്ക് പട്രോൾ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എയ്ഡ്സ് രോഗത്തിൻ്റെ ബോധവൽക്കരണാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? എയ്ഡ്സ് രോഗത്തിൻ്റെ ബോധവൽക്കരണാർത്ഥം കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പദ്ധതി ആയുർദളം പദ്ധതി. ആയുർദളം പദ്ധതി. അതുപോലെ തന്നെ എയ്ഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. ലോകത്ത് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? അമേരിക്കയിലാണ്. ലോകത്ത് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? ചെന്നൈയിലാണ്. എവിടെയാണ്? ചെന്നൈയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. എവിടെയാണ്? പത്തനംതിട്ടയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം പദ്ധതി. സുകൃതം പദ്ധതി. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം പദ്ധതിയാണ്. അതുപോലെ ലോക പരിസ്ഥിതി ദിനം എന്നാണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം ചോദിച്ചാൽ ജൂൺ 5. അതുപോലെ ഓസോൺ ദിനം ചോദിച്ചാൽ എന്താണ്? ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. എന്നാണ് സെപ്റ്റംബർ 16. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ 14 കേട്ടോ. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ചോദിച്ചാൽ ഫെബ്രുവരി 2. അതുപോലെ തന്നെ ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3. ലോക വന്യജീവി ദിനം മാർച്ച് 3 കേട്ടോ. മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനം എന്നാണ്? മാർച്ച് 20. ലോക അങ്ങാടിക്കുരുവി ദിനം മാർച്ച് 20. ലോക വനദിനം എന്നാണെന്ന് അറിയാമോ? മാർച്ച് 21 ലോക വനദിനം. മാർച്ച് 21 ലോക വനദിനം. ലോക വനദിനം മാർച്ച് 21. ലോക ജലദിനം എന്നാണെന്ന് അറിയാമോ? ലോക ജലദിനം മാർച്ച് 22. ലോക ജലദിനം ആൻസർ മാർച്ച് 22. ലോക ജലദിനം മാർച്ച് 22. അതുപോലെ തന്നെ സെപ്റ്റംബർ 16 ഓസോൺ ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ് കേട്ടോ. പ്രത്യേകം നമ്മൾ ഓർത്ത് വെച്ചോളുക സെപ്റ്റംബർ കേട്ടോ. അതുപോലെ തന്നെ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 കേട്ടോ. ഓർത്ത് വെച്ചോളുക. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം കേട്ടോ. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. അതുപോലെ തന്നെ എവറസ്റ്റ് ദിനം എന്നാണെന്ന് അറിയാമോ? മെയ് 29 എവറസ്റ്റ് ദിനം. ഓർത്ത് വെച്ചോളുക. അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് സൗജന്യ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് പദ്ധതിയാണെന്നറിയാമോ? വയോമിത്രം പദ്ധതി. അതാണ് വയോമിത്രം പദ്ധതി. 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് സൗജന്യ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. അതുപോലെ തന്നെ സർക്കാർ ആസ്പത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണെന്നറിയാമോ? ആർദ്രം പദ്ധതി. അതാണ് ആർദ്രം പദ്ധതി. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അതുപോലെ എല്ലാ ഭവനരഹിതർക്കും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ലൈഫ് മിഷൻ. ഏതാണ്? ലൈഫ് മിഷൻ. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ വനമഹോത്സവം ഏർപ്പെടുത്തിയതാരെന്നറിയുമോ? ആരാണ്? KM മുൻഷിയാണ്. വനമഹോത്സവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് KM മുൻഷിയാണ്. അതുപോലെ തന്നെ ജനങ്ങളെ ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ മുഖ്യമന്ത്രിയായ
ശ്രീ പിണറായി വിജയൻ ആരംഭിച്ച പദ്ധതിയാണ് നാം മുന്നോട്ട്. ഓർത്ത് വെച്ചുകൊള്ളുക. ജനങ്ങളെ ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ ആരംഭിച്ച പദ്ധതിയാണ് നാം മുന്നോട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. കേരള സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്, പരീക്ഷകൾക്കൊക്കെ യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മളോട് തുറന്ന് പറയുകയാണ്, പ്രിയ ഫ്രണ്ട്സിനോട് പറയുകയാണ്, ഞാനൊരു ചെറിയ നന്മ ചെയ്യുകയാണ്. വലിയ നന്മയൊന്നുമല്ല, ചെറിയൊരു നന്മ ചെയ്യുകയാണ്. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നന്മകൾ ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. എനിക്കറിയാവുന്ന ചെറിയ അറിവ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ പ്രിയ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അവർക്കത് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ദിവസം എത്ര താമസിച്ച് വന്നാൽ പോലും ഒരു വീഡിയോ വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. എത്ര താമസിച്ച് വന്നാലും ഒരു വീഡിയോ വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. വീഡിയോ കാണുന്നവരെന്തോ ആ വീഡിയോ കാണുക കേട്ടോ. അതുപോലെ പെട്ടെന്നൊരു സ്റ്റുഡൻ്റ് ഓർമ്മയിലേക്ക് വന്നു. അതുപോലെ ഈ മാറാരോഗങ്ങളായ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ മാറാരോഗങ്ങൾ, അപകടങ്ങൾ എന്നിവയ്ക്ക് ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഏതാണ് കാരുണ്യ പദ്ധതി? വീഡിയോ കാണുന്നവരൊക്കെ എന്തോ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ വീഡിയോ കാണുകയും കേട്ട് പഠിക്കുകയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക.